പ്രകാശിനകത്തെ വീഡിയോ എടുത്തതിന് അവിടുത്തെ മാനേജർ എന്നോട് ചൂടാവുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. നമ്മളൊരു ബസ് എടുക്കാൻ വേണ്ടിയാണ് അവിടെ ചെന്നിരിക്കുന്നത്. എങ്ങനെ നമ്മൾ അവിടെ വരെ എത്തിയെന്നറിയണമെന്നുണ്ട് ഈ സീരീസിൻ്റെ പാർട്ട് 1 വീഡിയോ നോക്കുക. ഇതതിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ പ്രകാശിനകത്തെ വിശേഷങ്ങളുമായിട്ട് എത്തിയിരിക്കുകയാണ്. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, വെൽക്കം ടു മാച്ച് ഷിഫ്റ്റ് ആൻഡ് ഒരു വണ്ടി എടുക്കാൻ പോയല്ലോ. അപ്പോൾ ആദ്യം തന്നെ പ്രകാശിനകത്ത് എങ്ങനെ കയറാമെന്ന് നോക്കാം. ഞാൻ നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഓർഡർ നമ്പർ എന്നൊരു സാധനം കാണിച്ചു തന്നെ ഓർമ്മയുണ്ട് ഒരു ബസ്സിനകത്ത്. അതാണ് ഓരോ വണ്ടിക്കും അകത്തേക്ക് കയറാനുള്ള കീ കാർഡ്. ക്ലോക്കും പ്രകാശിന്റെ ബിൽഡ് നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ അവിടെ കണ്ടത് 955 ഇത് ഓർഡർ 1027 ആണ്. ഈ ഓർഡർ നമ്പർ ഫ്രണ്ട് ഗേറ്റിൽ എഴുതി ഒപ്പിടാതെ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഒരു വണ്ടിയോടൊപ്പം 2 പേർക്ക് മാത്രമേ വണ്ടി പണി നടക്കുമ്പോൾ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ ഒരു ഓർഡർ നമ്പർ വെച്ചിട്ട്. അതേപോലെ തന്നെ ഡെലിവറിയുടെ ടൈമിൽ 6 പേരിൽ കൂടുതൽ 6, 7, 8 അതിന് കൂടുതൽ പേര് അവിടെ പ്രകാശിനകത്ത് കയറ്റത്ത് കൂടിയില്ല. ഞങ്ങൾ പോയത് 2 വണ്ടിയുടെ ഭാഗമായിട്ടാണ്. ഒന്ന് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗുഡീസിന്റെ സൈഡൂണും, 2 നമ്മുടെ സ്വന്തം പത്തനംതിട്ടയുടെ ATP ആയ ടൈഗർ ഹിൽസിന്റെ പുത്തൻ പുതിയ വണ്ടി. ഇതിന്റെ 2ന്റെയും ഭാഗമായിട്ട് പോയിട്ട് തന്നെ ഞങ്ങൾ ടൈഗർ ഹിൽസിന്റെ ഓർഡർ നമ്പറുമായിട്ടാണ് പ്രകാശിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അകത്ത് മുക്കിനും മൂലയ്ക്കും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു വ്ളോഗർ എന്ന നിലയിലല്ല, വണ്ടിയുടെ മീഡിയ ക്രൂ എന്ന നിലയിൽ അകത്ത് കയറി നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടാണ് ഇത്രയെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. സോ ഞങ്ങൾ വീഡിയോ എടുത്ത കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് അവർ അവിടുന്ന് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദിയല്ല. നമ്മൾ ചെന്നത് ഒരു 10 മണി ടൈമിനാണ്. 10 മണിക്കാണ് വണ്ടി ഡെലിവറി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് വണ്ടിയുടെ ഫിനിഷിംഗ് വർക്ക് നല്ല രീതിയിൽ ബാക്കി കിടപ്പുണ്ടായിരുന്നു. റെയിൻ ടെസ്റ്റ് ചെയ്തിട്ടും ഇല്ലായിരുന്നു. ആ സാഹചര്യത്തിൽ വണ്ടിക്ക് എവിടെയൊക്കെയാണ് ഫിനിഷിംഗ് വേണ്ടതെന്ന് തപ്പിയും തടഞ്ഞും അവരോട് പറഞ്ഞു കൊടുത്തു. അവരതനുസരിച്ച് ചെയ്തു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഗ്യാപ്പിൽ കുറേ വീഡിയോസ് എടുക്കാനൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും അപ്പോഴെല്ലാം നമ്മുടെ ചുറ്റും ഇവരുടെ മാനേജേഴ്സുമാരും മറ്റ് സ്റ്റാഫുകളും നടക്കുന്നുണ്ട്. ഞങ്ങൾ ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി. പിന്നീട് ഏകദേശം 2 മണിയോടുകൂടിയാണ് നമ്മുടെ വണ്ടിക്ക് നെയിമും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. ആ ടൈമിലാണ് നമുക്ക് ഫൈനലി പ്രകാശിന്റെ വീഡിയോ ഒന്നെടുക്കാൻ ഒരു അവസരം കിട്ടിയത്. അതിനിടയ്ക്ക് ഞാൻ വണ്ടിക്കകത്ത് പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് എടുത്തു. ആ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പ്രകാശിന്റെ പീനേല പ്ലാന്റിലാണ്. ഇനി 2 പ്ലാന്റുകളാണ് പ്രകാശിനുള്ളത്. ഒന്ന് മാണ്ടിയയിലും 2 ലാൽബാഗിലും. മാണ്ടിയയിലെ പ്ലാനിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ചെയ്സുകളെല്ലാം കൊടുക്കുന്നത്. ആ ഭിത്തിയില്ലേ നമ്മൾ പേരൊക്കെ വിളക്കി ഒട്ടിക്കുന്ന ചെയ്സിന്റെ, അത് മാണ്ടിയയിലാണ്. ബാക്കി 2 പ്ലാന്റുകളാണ് പീനയിലും ലാൽബാഗിലും. മാണ്ടിയെന്ന് ചെയ്സിന്റെ മണ്ടയ്ക്ക് ഫ്രെയിം കെട്ടി കവിളും സെറ്റ് ചെയ്ത് സൈഡ് പാനലിംഗ് സെറ്റ് ചെയ്ത് വരുന്ന വണ്ടികൾ ഇവിടെ വന്നിട്ട് ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, അതേപോലെ ഫിനിഷിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇപ്പോൾ അസ്ത്രയാണ്, തെക്ക് വടക്ക് അസ്ത്രയാണ്. ആകെ അവിടെ 21ഓളം വണ്ടികൾ ഉണ്ടായിരുന്നതിൽ 5 സെഡോൺ ബോഡികളായിരുന്നു അവിടെ അകത്തുണ്ടായിരുന്നത്. ഡെലിവറിക്ക് കിടക്കുന്ന 2-3 എണ്ണവും. പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കേരള വണ്ടികളാണ്. അതും കേരള വണ്ടികൾ ഉള്ളതിൽ മിക്കതും ATP ആണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൻ്റെ സൈഡിൽ കാണുന്ന 3 ATP വണ്ടികൾ കാണാം. ഡെൽമണ്ടത്, പിന്നെ ഇന്ദ്ര, അതേപോലെ അങ്ങേ അറ്റത്ത് നമ്മുടെ മൈലാഞ്ചി, 3ഉം കേരളത്തിലേക്കുള്ള. അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ അഹാൻ്റെ പച്ച സെഡസ്ത്രം കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിലേക്ക് ഉണ്ടായിരുന്ന ATP വണ്ടികൾ എത്രയായിരുന്നു. പിന്നെ 2 വണ്ടികൾ കൂടെ ഉണ്ടായിരുന്നു. അത് 2 ഞങ്ങൾ ചെന്നപ്പോൾ പെയിന്റ് അടിച്ച് കിടക്കാത്തതുകൊണ്ട് അത് ATP ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന മെയിനായിട്ട് നമ്മുടെ കളർ കോഡ് വണ്ടികളിൽ നമ്മുടെ ഇതുണ്ടായിരുന്നു, ഗുഡീസിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ ഓസ്ലറിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ടൈഗർ ഹില്ലിൻ്റെ വണ്ടി അകത്തായിരുന്നു. പിന്നെ ഞങ്ങൾ കയറി വന്നപ്പോൾ പുറത്തൊരു സെഡോൺ കിടപ്പുണ്ടായിരുന്നു. കുറച്ചു നേരം അതിൽ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ആ വണ്ടി റെയിൻ ടെസ്റ്റിന് കയറ്റി. റെയിൻ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് അതിന് പേരടിച്ചത്. നമ്മുടെ ഈ പേരടിക്കുന്ന സെയിം ആൾക്കാർ തന്നെയാണ് അതിനും പേരൊട്ടിച്ചത്. അതിന് പേരൊട്ടിച്ചപ്പോഴായിരുന്നു മനസ്സിലായത് നമ്മുടെ കമലത്തിൻ്റെ മിക്കാഡോ ആയിരുന്നു അത്. അത് പേരൊട്ടിച്ച് അവിടെ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ ചുമ്മാ അതിൻ്റെ കൂടെ നിന്ന് ഒരാളോട് ഇങ്ങനെ സംസാരിച്ചു, വണ്ടിയുടെ ലുക്കിനെ പറ്റിയൊക്കെ സംസാരിച്ച് തീർന്ന് വണ്ടിയുടെ ക്രൂ ആണോ എന്ന് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് വണ്ടിയുടെ മുതലാളിയോടായിരുന്നു അത്രയും സംസാരിച്ചുകൊണ്ടിരുന്നത്. കമലത്തിൻ്റെ ഓണറിനോട്. ചേട്ടൻ വളരെ കൂളായിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും എല്ലാം ചെയ്തു തന്നു. പിന്നെ നമുക്ക് പ്രകാശിലൂടെ മൊത്ത സൗകര്യം ഒരുക്കി തന്നെ നമ്മളെ കൊണ്ടുപോയത് നമ്മുടെ ഗുഡീസിൻ്റെ ക്രൂ ആയിരുന്നു. അവിടെ നമുക്ക് വേണ്ട സകല അറിവും നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ സ്വന്തം ടൈഗർ ഹിൽസിൻ്റെ മാനേജറായിട്ടുള്ള റിജോ ചേട്ടനും. A to Z കാര്യങ്ങൾ അവിടെ ചുറ്റും കറക്കി നമ്മളെ കാണിച്ചു. പക്ഷേ എല്ലാം വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. കുറേ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. കുറേ കാര്യങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.
പിന്നെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഗുഡീസിൻ്റെ ഈ നെയിം ഫോണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം നിരഞ്ജനാണ്. ചെക്കൻ ആദ്യമായിട്ടാണ് പ്രകാശിനകത്ത് അതും സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത നെയിം ഒരു വണ്ടിയിൽ ഒട്ടിക്കുന്നത് കാണാൻ വേണ്ടി ചെറുക്കൻ അവിടുന്ന് വണ്ടി കയറി വന്നതാണ്. അവൻ്റെ ആ മുഖത്ത് സലാം കാശ്മീരിലെ എക്സ്പ്രഷനൊക്കെ ഇട്ട് ചെറുക്കൻ ഒരു നിപ്പം ഉണ്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ട്. എങ്ങനെയുണ്ട് സ്വന്തം ഡിസൈൻ വണ്ടിയിൽ അടിച്ചു കണ്ടിട്ട്? മൊമെന്റ്. അങ്ങനെ ബംഗാളികളെ മലയാളത്തിൽ ചീത്ത പറഞ്ഞ് ഒരുവിധം വണ്ടിയുടെ ടച്ചപ്പ് വർക്കും തീർത്ത് നമ്മൾ നേരെ പതുക്കെ വണ്ടി റെയിൻ ടെസ്റ്റിന് കയറ്റാനായിട്ട് ഇറക്കി. അങ്ങനെ ഇറക്കിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. പ്രകാശിലെ ഡ്രൈവർമാരുടെ ഓടിപ്പ്. നമ്മുടെ നാട്ടിൽ നമ്മളെ ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്ന കൂട്ടല്ലേ ഇവർക്ക് ഈ പ്ലാനിനകത്ത് ഓടിച്ച് നല്ല തഴക്കവും മെഴക്കവും വന്ന കൈകളാണ്. ഇവർ വണ്ടികൾ എടുക്കുന്നത് ചുറ്റും ബിൽഡിങ്ങിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ പുത്തൻ വണ്ടിയാണ് തട്ടുപിടിക്കും, ഒന്നുമില്ല. ഇവർക്കൊരു വണ്ടി എടുത്തിടുക, അടുത്ത വണ്ടി എടുക്കുക, വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഒന്നൊന്നര വീശങ്ങ് വീശി. കിളിയായിട്ട് പോകുന്നതായതുകൊണ്ട് ആ വീശിൽ എൻ്റെയും അവിടെ നിന്ന് എല്ലാ എണ്ണത്തിൻ്റെയും ചങ്ക് പാടിപ്പോയി. പോയ പോക്കിന് എങ്ങും തട്ടാതെ അങ്ങ് വരെ എത്തിയത് ദൈവഭാഗ്യം. അങ്ങനെ നമ്മുടെ വണ്ടിയും കുടിക്കാൻ കയറി, അഥവാ റെയിൻ ടെസ്റ്റിന് കയറി. റെയിൻ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വണ്ടി വർക്ക് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ചുറ്റും 4 സൈഡിൽ നിന്നും വെള്ളം ഒഴിച്ചു നോക്കും, വണ്ടിക്കകത്ത് ലീക്ക് വല്ലതും ഉണ്ടോ എന്നറിയാൻ. വണ്ടിക്കകത്ത് റെയിൻ എഫക്റ്റ് നമ്മളെ അല്ലാണ്ട് വർക്ക് ചെയ്ത് കയറ്റിയാൽ പോരെ, മഴ പെയ്യുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കലി ഓണായിട്ട് കിടക്കണ്ടല്ലോ. ആ ഒരു സെറ്റപ്പിൽ വണ്ടി മൊത്തം റെയിൻ ടെസ്റ്റ് ചെയ്ത് ലീക്കൊന്നുമില്ലെന്ന് ഉറപ്പാക്കി. പ്രകാശിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പല കുറ്റങ്ങളും കേട്ടിട്ടുണ്ട് പല നാളുകളിൽ. അതിൽ ഒന്ന് ശരിയാണ്, വണ്ടിക്ക് ഫിനിഷിങ് പോരാ. പക്ഷേ ഇറങ്ങുന്ന വണ്ടിയിൽ പാസഞ്ചർ കംഫർട്ട് അവരെപ്പോഴും ഉറപ്പ് വരുത്തിയിരിക്കും. എല്ലാ സേഫ്റ്റി ചെക്കിങ്സും അതുപോലെ തന്നെ വണ്ടിയുടെ എല്ലാ ഫിനിഷിങ്ങും നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് അന്നേരം തന്നെ അവരത് ശരിയാക്കി തരാനായിട്ട് നിൽക്കും. പക്ഷെ അവിടുത്തെ സ്റ്റാഫ് ചില സമയങ്ങളിൽ നമ്മളുമായിട്ട് അങ്ങോട്ട് ഒത്തുചേരത്തില്ല എന്ന് മാത്രം. ചെക്കൻ അവിടെ റെയിൻ ടെസ്റ്റിനടുത്തപ്പോൾ ഒരുത്തൻ ഇവിടെ ഫിനിഷിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ചുറ്റും നോക്കിയപ്പം അവരുടെ മീഡിയ ക്രൂ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കിടക്കുക. പിന്നെ അവരെ ശല്യം ചെയ്യാൻ നിന്നില്ല, നേരെ നമ്മുടെ ചെറുക്കൻ്റെ വല നിന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ എഡീഷനെയും മേടിച്ചത്. ബംഗാളികൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണോ അതോ അവന്മാർ വെറൈറ്റി നോക്കിയാണോ എന്നറിയത്തില്ല. ഇവരെ കൊണ്ട് ഇതെങ്ങനെ സാധിച്ചെന്നും മനസ്സിലാവുന്നില്ല. ഫ്രണ്ടിൽ എഡീഷന് വരെ നമ്മളടിച്ച ലോഡിങ് ഇവന്മാരെ തല തിരിച്ചടിച്ചു വെച്ചു. പുതിയ കൺസെപ്റ്റാണ് ഇത്. ഞങ്ങൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, വേറെ ആരും ഇത് കോപ്പി അടിക്കരുത് എന്ന് സദയം അഭ്യർത്ഥിക്കുന്നു. ലോഡിങ് തലതിരിച്ചടിച്ചു അകത്തുനിന്ന്. പിന്നെ ഞങ്ങളതെല്ലാം ഇളക്കി കളഞ്ഞ് പുറത്തുനിന്ന് അങ്ങ് അടിച്ച്. ഞങ്ങൾ ഓൾറെഡി മടുത്തിരിക്കുമായിരുന്നു. കാരണം 10 മണിക്ക് തരാമെന്ന് പറഞ്ഞ വണ്ടി 2:30 ആയിട്ട് റെയിൻ ടെസ്റ്റിൽ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെയും അടിച്ചിട്ട് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായതുകൊണ്ട് എവിടുന്നേലും അടിക്കാൻ അവരോട് പറഞ്ഞങ്ങ് വിട്ടു. അങ്ങനെ എഡീഷനെയൊക്കെ ഒട്ടിച്ച് നമ്മുടെ ചെറുക്കൻ പതുക്കെ കുളിക്കാൻ കയറിയെന്ന്. കുളി തുടങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. ഫാക്ടറി ഫ്രഷ് സൈഡുകൊണ്ട് പ്രകാശിലിട്ട് റെയിൻ ടെസ്റ്റ് ചെയ്യുന്നതാണെന്നത് വണ്ടിയുടെ 4 സൈഡും കറങ്ങി നടന്ന് ഞാൻ വീഡിയോ എടുത്തു. എന്തോ എനിക്ക് ഈ കുളി അങ്ങോട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവനും ചെറിയ നാണമൊക്കെ കാണിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ചെറുക്കൻ്റെ കുളി തീർന്നപ്പോഴാണ് തൊട്ടപ്പുറത്തുനിന്ന് ബാഹുബലി വാതിലും തള്ളി തുറന്നു വരുന്ന എൻ്റെ കൂട്ട് നേരെ നമ്മുടെ പെയിൻറ്റിങ് ബൂത്തിൻ്റെ ഡോറും തള്ളി തുറന്ന് ഒരു സാധനം ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. കണ്ടപ്പോൾ തന്നെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ഇതുവരെ കണ്ടതിൽ, ഇത് ഇനി അങ്ങോട്ട് പറയുന്ന പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ലുക്കുള്ള 80 പീസ് ഡസ്റ്റർ എന്ന് ഞാൻ പറയുന്ന വണ്ടി ടൈഗർ ഹിൽസിൻ്റെ സ്വന്തം അമേരിക്കൻ സ്പിരിറ്റ്. ചെറുക്കൻ്റെ ഇറങ്ങി വരൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. അവൻ്റെ ഓർഡർ നമ്പറുമായിട്ടാണ് ഞങ്ങളീ കിടന്ന് വിലസിയെന്ന് പോലും അറിയാതെ അത്രയും നേരം പെയിൻറ്റിങ് ബൂത്തിൽ കിടക്കുമായിരുന്നു. ചെറുക്കൻ ഇറങ്ങുന്നതിന് മുമ്പേ പെയിൻറ്റിങ് ബൂത്തിൽ കയറി കാണാനൊരു അവസരം തന്നു. പക്ഷെ അതിനകത്ത് വെച്ച് വീഡിയോ എടുക്കാനായിട്ട് റിജോ ചേട്ടൻ സമ്മതിച്ചില്ല. കാരണം വണ്ടി കുറച്ച് പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാമെന്ന് തന്നെയായിരുന്നു പുള്ളിയും പറഞ്ഞത്. പക്ഷെ റെയിൻ ടെസ്റ്റ് തീരുമ്പോഴത്തേക്ക് ചെറുക്കൻ ഇറങ്ങി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ ഇറങ്ങി വരുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവസാനമായി എന്നെ ഇത്രയും നേരം വീഡിയോ എടുത്തതിന് ശേഷം പ്രകാശിൻ്റെ മാനേജർ പൊക്കുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞത് ഇത്രേ ഉള്ളൂ, പെയിൻറ്റിങ് ചാമ്പറിനകത്ത് വീഡിയോ എടുക്കരുത്, വണ്ടി പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുത്തോളാം. പക്ഷെ അന്നേരത്തേക്ക് എനിക്ക് ആവശ്യത്തിനുള്ള വിഷ്വൽ കിട്ടിയോണ്ട് തന്നെ ഞാൻ പുള്ളി പറയുന്ന അനുസരിച്ച് വീഡിയോ ഓഫാക്കി. പ്രകാശിലെ നിയമം അനുസരിച്ച് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കുന്നവരെ പിടിച്ച് പുറത്താക്കലാണ് പതിവ്. പിന്നെ അവരെന്നോട് ഇത്തിരി ഒരു മാന്യത കാണിച്ചത് അത്രയും നേരം ഞാൻ അവിടെ അലമ്പൊന്നും ഉണ്ടാക്കാൻ നിന്നുകൊണ്ട് ആയിരിക്കാമെന്ന് തോന്നുന്നു. ചെറുക്കൻ ഇറങ്ങിയെന്ന് ചെറുക്കൻ്റെ കൂടെ ചുറ്റും നടന്നു നോക്കി. നല്ല അഡാറ് ഗ്രാഫ്. ഒരു നിമിഷം നമുക്ക് ആ ഒരു വണ്ടിയുടെ വീഡിയോ കൂടി എടുത്തിട്ട് പോയാൽ മതിയെന്നുണ്ടായിരുന്നു. അതിന് വിളിച്ചതുമാണ്. പക്ഷേ 2 വണ്ടിയുടെ വീഡിയോ എടുക്കാൻ ബാക്ക് ടു ബാക്ക് പോകാൻ വേണ്ടിയുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ അന്നേരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മുടെ ചെറുക്കനെ നാട്ടിലെത്തിക്കാനാണ് നോക്കിയത്. റെയിൻ ടെസ്റ്റ് കഴിഞ്ഞു. നേരെ വണ്ടി ഇങ്ങോട്ട് വീശി ഒരു ഇങ്ങോട്ട് ഇറക്കി. സത്യം പറയട്ടോ, ആ വീശലിൽ ഒരേപോലെ നെഞ്ച് പാടുകയും ചെയ്തു. എന്നാൽ നല്ല ഒന്നാന്തരം ആന വരുന്ന ഒരു ഫീലിംഗ് കിട്ടി.
വണ്ടി നേരെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ പാർക്ക് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കർണാടകക്കാരൻ RTC വന്നായിരുന്നു. അവൻ ഇവിടെ എന്തുവാ പണിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, മെയിൻ്റനൻസിന് വന്നതാണെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഇവനേതാ? എൻ്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാ ചേച്ചി എന്നും പറഞ്ഞത് ഇപ്പം കയറി വന്നിരുന്നതാണ്. വന്നു, വണ്ടി പതുക്കെ അവിടെ കൊണ്ടുപോയിട്ടു. ആ RTC പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അങ്ങോട്ട് ഇറക്കി വിട്ടു. അന്നത്തെ ദിവസം ആദ്യത്തെ ഡെലിവറി നമ്മുടെ വണ്ടിയായിരുന്നു എന്ന് തോന്നുന്നു. തലേന്ന് രാത്രി കുറേ വണ്ടികൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ വണ്ടി മാത്രമേ ഡെലിവറിക്ക് കയറി കിടന്നുള്ളൂ. നമുക്ക് മുന്നേ കമലം ഇറങ്ങിയെങ്കിലും നമുക്ക് ശേഷമാണ് കമലത്തിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. അറ്റത്തുനിന്ന് നമ്മുടെ ചേട്ടന്മാർ ചെറുക്കിന് മാല കെട്ടാനും കസവ് ഞൊറിയെടുക്കാനും ഒക്കെ തുടങ്ങി. വണ്ടി ഇങ്ങനെ അലങ്കരിക്കുന്നത് നല്ല രസമാണ്. അതും പ്രകാശിൻ്റെ ഡെലിവറിക്ക് നിൽക്കുന്നൊരു സെഡോൺ ഇങ്ങനെ അലങ്കരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വണ്ടിപ്രാന്തൻ്റെ മനസ്സിൽ ഒരു വല്ലാത്തൊരു തരം ഫീലിംഗ് ആണ്. അങ്ങനെ ചെറുക്കനെ അലങ്കരിക്കുന്നതിൻ്റെ ദേ ഈ ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ട്. ഇത് പ്രകാശിലെ ആണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അവിടെ ഇതിനെ വളർത്തുവാണോ എന്ന് ചോദിച്ചാലും അറിയത്തില്ല. പക്ഷെ പുള്ളിക്കാരി അവിടുത്തെയാണ്. പെണ്ണായാന്ന് അവർ പറഞ്ഞതെന്ന് മനസ്സിലായി. അവരെന്തോ ഒരു പേര് വിളിക്കുന്നുണ്ട്, എന്താന്ന് എനിക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മുടെ അലങ്കാരപ്പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പയ്യെ പൂജ തുടങ്ങി. ഇവിടുത്തെ തന്നെ ഒരു വർക്കർ തന്നെ ആയിരിക്കും പൂജിക്കുന്നത്. പുള്ളിക്കാരൻ വലിയ മന്ത്രോച്ചാരണമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ആ മണി എടുത്തിങ്ങനെ കറക്കി വണ്ടിക്ക് 4 വശം ഒഴിഞ്ഞു. നേരെ കർപ്പൂരമൊക്കെ കത്തിച്ചു, അതും ഒന്ന് ഒഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ ഡോക്യുമെൻസിൻ്റെ മണ്ടയ്ക്ക് ഒഴിഞ്ഞിട്ട് പയ്യെ മാനേജർ എടുത്ത ഡോക്യുമെൻറ്റ്സ് നമ്മുടെ വണ്ടിയുടെ മാനേജറായിട്ടുള്ള അജയ് ചേട്ടൻ്റെ കയ്യിലോട്ട് വെച്ച് കൊടുത്തു. അജയ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ ക്രൂ താക്കോലേറ്റ് വാങ്ങി. ഈ സമയം അത്രയും നമ്മുടെ മുതലാളിയെ, നമ്മുടെ ഗുഡീസിൻ്റെ സ്വന്തം ഓണറുടെ ഞാൻ വീഡിയോ കോളും ചെയ്ത് ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി നാട്ടിലില്ല. അപ്പോൾ സ്വന്തം വണ്ടി പ്രകാശിൽ നിന്ന് ഇറങ്ങുന്നത് നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പുള്ളി ഇതിൻ്റെ ഒരു ഭാഗമായി. പിന്നെ പ്രകാശിൽ ഡെലിവറി എടുക്കാൻ ആരെങ്കിലും കൂടെ പോകണമെന്നുണ്ട്, അവർക്കൊരു മസ്റ്റ് ട്രൈ ഐറ്റം പറഞ്ഞുതരാം. നമ്മളവിടെ പ്രകാശിൽ ഡെലിവറി എടുത്ത് കഴിയുമ്പോൾ അവിടുന്ന് കുറച്ച് സ്വീറ്റ്സ് വരും. അതിനകത്ത് കുറേ ഐറ്റംസ് കാണും. മെയിൻലി പാലുമായിട്ട് ബന്ധപ്പെട്ട ഡയറി പ്രൊഡക്ട്സ് ആയിരിക്കും. അതിനകത്ത് ഒരു ഓറഞ്ച് ലഡു ഇവന്മാർ തരും. അത് മസ്റ്റായിട്ടും തിന്നു നോക്കുക. അടി ഉണ്ടാക്കിയിട്ടാണേലും സാരമില്ല, ഒരെണ്ണം മേടിച്ച് തിന്നു നോക്കുക. നല്ല അടാറ് ടേസ്റ്റാണ്. അത് രാവിലെ 10 മണിക്ക് അവിടെ വന്ന് കയറി 3 മണിക്കാണ് 3 മണി 4 മണി ടൈം ആയപ്പോഴാണ് നമുക്ക് ഡെലിവറി ചെയ്ത് വണ്ടിക്ക് കിട്ടുന്നത് എന്നാണ് ഒരു ഓർമ്മ. ആ ടൈം വരെ വിശന്നിരുന്നുകൊണ്ട് വയറ് കത്തിക്കൊണ്ട് തിന്നിട്ട് ടേസ്റ്റ് തോന്നിയതാണോ എന്നറിയത്തില്ല, അല്ല അതിനത്രയും ടേസ്റ്റ് ഉള്ളതാണോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ സാധനം കിടുവാണ്. ഞാൻ 4-5 എണ്ണം അതിൽ നിന്ന് പെറുക്കിയെടുത്തു. എല്ലാത്തിൻ്റെ ഓരോന്ന് ഇത് എടുത്തു തിന്നു നോക്കി. അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലഡു കേട്ടോ. അപ്പം നമ്മുടെ ക്രൂ വണ്ടിക്കകത്ത് കയറി വണ്ടി പതിയെ സ്റ്റാർട്ട് ചെയ്തു. പ്രകാശിൽ നിന്ന് പയ്യെ ചെറുക്കനെ പുറത്തേക്ക് ഇറക്കി. അവൻ ആദ്യമായിട്ടാണ് ബോഡി കെട്ടിയതിന് ശേഷം പുറത്തിറങ്ങുന്നത്. പക്ഷെ ആ കുലുങ്ങിയുള്ള വരവ് കണ്ടു കഴിഞ്ഞാൽ ആരാണേലും ഒന്ന് നോക്കി നിന്നു. ചെക്കൻ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ പ്രകാശിന് തൊട്ടുകീഴുള്ള ഐക്കോണിക് പെട്രോൾ പമ്പിലേക്കാണ്. അവിടെ ചെന്ന് നാട്ടിലേക്ക് വരാനുള്ള ഡീസൽ അടിച്ചിട്ട് ചെറുക്കനൊരു കിടപ്പുണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, നമ്മൾ ഫോട്ടോസിൽ മാത്രം കണ്ടിട്ടുള്ള ഈ ഒരു പമ്പും ഈ ഒരു സ്ഥലവും വീഡിയോസിൽ കൂടെ കണ്ടിട്ടുള്ള പ്രകാശിൻ്റെ അകമൊക്കെ നേരിട്ട് ചെന്ന് കാണാൻ പറ്റുന്നത് ചെറിയൊരു എക്സ്പീരിയൻസ് അല്ല. ഒരു വണ്ടിപ്രാന്തിനെ സംബന്ധിച്ച് ഭയങ്കര ലക്ക് വേണം ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുണ്ട്. അതും ഒരു ചാനൽ, അത് നമ്മുടെ കൂട്ട് ഒരു തുടക്കം മാത്രം തുടങ്ങിയിട്ട് ആകെ 2-3 വീഡിയോസ് മാത്രം ഇട്ടൊരു ചാനലിൽ 3-ാമത്തെ 4-ാമത്തെ വീഡിയോ പ്രകാശിൽ വെച്ച് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഒരു ഭാഗ്യം തന്നെയാണ്. ഈ വീഡിയോയ്ക്ക് മുന്നേ ഞങ്ങൾ കുറേ ഷൂട്ട് ചെയ്ത് വെച്ചെങ്കിലും ഈ ഒരു സീരീസ് ഇട്ടതിന് ശേഷമേ ഇനി വേറെ എന്തോ ഉള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇതിന് പുറകിന് പോയത്. ഇതിനുവേണ്ടി ഞങ്ങളെ കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പാർട്ട് ഗുഡീസിൻ്റെയും ടൈഗർ ഹിൽസിൻ്റെയും ക്രൂ തന്നെയാണ്. അവരോട് നന്ദി പറഞ്ഞാൽ ഒന്നും തീരത്തില്ല, അത്രയ്ക്ക് അവർ ഹെൽപ്പ് ചെയ്തു. പ്രകാശിൽ വെച്ച് കുറേ കഥകൾ അറിയാൻ സാധിച്ചു, കുറേ കഥകൾ കേട്ടു. അതിൽ കുറേ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചപ്പോൾ നമ്മുടെ പുതിയ ബോഡി കോഡിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ചത് കുറേയൊക്കെ കാര്യങ്ങൾ അസംഷൻസ് ശരിയാണ്. ഇനി തൊട്ട് നമ്മുടെ ടോപ്പിലെ ആ മാർക്കർ ലൈറ്റ് വരുന്ന പോർഷനിൽ ലൈറ്റ് വരാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ലൈറ്റ് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. നമ്മുടെ ആ ഒരു കട്ടിങ് വെക്കുന്ന ആ ഒരു പോർഷൻ, ആ ഒരു ഫൈബറിങ്ങേ മാറ്റി മൊത്തത്തിൽ. നമ്മുടെ കമലത്തിൻ്റെ മിക്ക ആഡുമൊക്കെ പുതിയൊരു ടൈപ്പാണ് വന്നിരിക്കുന്നത്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ക്യാബിൻ സെപ്പറേഷൻ ഇനി ഉണ്ടാവത്തില്ല, പ്രകാശിന് അത് ചെയ്തു കൊടുക്കത്തില്ലെന്ന് ഏകദേശം ഉറപ്പായി. പക്ഷെ അത് എങ്ങനെ അത് ഓവർകം ചെയ്യാന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഞങ്ങൾ വേറൊരു വീഡിയോ എടുത്തപ്പോൾ മറ്റൊരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്ത്
അതിന് ഒരു സൊല്യൂഷൻ ഞങ്ങളിങ്ങനെ ഒന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് പറഞ്ഞുതരാം. പിന്നെ സെൻട്രൽ ഡോറിൻ്റെ കാര്യം, സത്യത്തിൽ അത് ഒരു ഹാഫ് കൺഫർമേഷൻ മാത്രമേ ഉള്ളൂ. കാരണം അത് കർണാടകയുടെ ബോഡി കോഡിൽ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ കർണാടക ബോഡി കോഡ് തമിഴ്നാടിനും കാര്യങ്ങൾക്കും ഒന്നും പറ്റില്ല. കാരണം സെൻട്രൽ ഡോറല്ല, അവർക്ക് 2 ഡോറ് ഫ്രണ്ടിലും ബാക്കിലും വേണം. എന്നാലേ അവർക്ക് വണ്ടി അവരുടെ ബോഡി കോഡ് ആവത്തുള്ളൂ. നമുക്ക് ഫ്രണ്ടിലൊരു ഡോറാണ് ബോഡി കോഡ്. അപ്പോൾ അങ്ങനത്തെ പല സംസ്ഥാനങ്ങൾക്ക് പല രീതിയിലുള്ള ലേഔട്ടുകളായതുകൊണ്ട് ചിലപ്പോൾ സെൻട്രൽ ഡോർ എന്നത് ബോഡി കോഡിൻ്റെ ഒരു മാൻഡേറ്ററി ഭാഗമായിരിക്കത്തില്ല. പക്ഷേ അകത്ത് റെക്സിനും നമ്മുടെ ക്യാബിൻ സെപ്പറേഷനും കാണില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെ സീറ്റിൻ്റെ എണ്ണത്തെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടു. അതിനെപ്പറ്റി ഒന്നും ഒരു കൺഫർമേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രകാശിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി ഒരു വീഡിയോ കൂടെ ബാക്കിയുണ്ട്. നമ്മൾ ഈ ചെറുക്കനെ കൊണ്ട് നാട്ടിലേക്ക് വരുന്ന വഴി ചെറുതായിട്ടൊന്ന് വഴിയെറ്റി പകുതി വഴി തമിഴ്നാടൊക്കെ പോയിട്ടാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. ആ വിശേഷങ്ങളും നമ്മുടെ വയനാട് ചുരത്തിലെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടുണ്ട്. അതുകൂടെ എല്ലാവരും ഒന്ന് കണ്ടേക്കുക. ഒരാഴ്ചക്കൊക്കെ ഇടാൻ നോക്കാം, മടി പിടിച്ച് ഞാൻ ഇരുന്നില്ലേ. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ചെറുക്കൻ്റെ അടുത്തൊരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ദിസ് ഈസ് സ്മാർട്ട് ഷിഫ്റ്റർ സൈനിങ് ഓഫ്.